സർക്കാർ അയ്യപ്പ ഭക്ത സംഗമം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഇത് സെപ്റ്റംബറിലാണ് നടക്കുക. ഓണം കഴിഞ്ഞ ശേഷമായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഇത് ലക്ഷ്യമെന്ന് പറയുന്നത് ആഗോളതലത്തിലുള്ള അയ്യപ്പ ഭക്തരെ ഈ പറയുന്ന സംഗമ പരിപാടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് എത്തിച്ച് അവിടെ വെച്ച് ഈ പറയുന്ന അയ്യപ്പ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങളെ പറ്റിയുള്ള വിശകലനം, അവിടുത്തെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശബരിമലയുടെ മൊത്തത്തിലുള്ള ഒരു വികസനം. പക്ഷേ ഇവിടെ ആക്ഷേപം വരുന്നത് അയ്യപ്പൻ്റെ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിച്ച് അവിടെ യുവതീ പ്രവേശനം നടത്തിയവരാണ് ഈ സർക്കാർ എന്നുള്ള ഒന്നാമത്തെ ആക്ഷേപം അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോഴാണ് രണ്ടാമത് ആക്ഷേപം വരുന്നത്. യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റുകളും ചേർന്നിട്ട് ശബരിമലയിലേക്ക് അവരെ അതിനെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു. ഇല്ലെങ്കിൽ അവരവിടെ ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുമ്പോൾ ഭക്ത സംഘടനകളെ ഹിന്ദു സംഘടനകളെയൊന്നും ക്ഷണിച്ചിട്ടില്ല. പിന്നെ സ്റ്റാലിനെ പോലുള്ളവരെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ യുക്തിവാദിയാണല്ലോ സ്റ്റാലിൻ, നിരീശ്വരവാദിയാണ്, സനാതന ധർമ്മം വൈറസാണെന്ന് പറഞ്ഞ ആളുടെ അച്ഛനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോഴാണ് സർക്കാർ ഇതിലേക്ക് വീണ്ടും കരുത്തോടുകൂടി ഇറങ്ങുന്നത്. ശരിക്കും മാഷിന് എന്ത് തോന്നുന്നു? ഈ അയ്യപ്പ സംഗമത്തിൻ്റെ പരിണിത ഫലം എന്താവും? അയ്യപ്പ സംഗമം നടത്താൻ ഇടതുപക്ഷ സർക്കാർ തീരുമാനിക്കുമ്പോൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഇടതുപക്ഷ പ്രത്യയശാസ്ത്ര ധാരയിൽ പ്രവർത്തിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അവരെല്ലാം അതിനെതിരാണ് ശരിക്കും. കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് CPM-ൻ്റെ പുതിയ ഒരു രാഷ്ട്രീയ നീക്കം എന്ന നിലക്കാണ് അവരെന്നെ കണക്കാക്കുന്നത്. കാരണം കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവർ മുസ്ലിം പ്രീണനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് എന്നതാണ്. അതവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ അവരെ കെട്ടഴിച്ച് മാറ്റാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പിന്നീട് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നുവെച്ചാൽ ഇതിനകത്തൊരു മൃദു ഹിന്ദുത്വം ഇല്ലേ എന്നുള്ളതാണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തോട് വളരെ കൂറ് പ്രകടിപ്പിക്കുന്ന ആളുകൾ ചോദിക്കുന്നു. അതുകൊണ്ട് അവരതിന് എതിരാണ് ശരിക്കും പറഞ്ഞത്. അവർ പറയുന്നത് അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ചുമതലയല്ല എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് ചെയ്യട്ടെ, കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയും ദേവസ്വം ബോർഡ് തന്നെ മുന്നിൽ നിന്നാണ് ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. പക്ഷേ സർക്കാർ അതിൻ്റെ ഭാഗമായി മാറിത്തീരുകയും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും അതിൻ്റെ ഭാഗമായി മാറിത്തീരുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ലോക അയ്യപ്പ സംഗമത്തെ അംഗീകരിച്ചിരുന്ന സംഘപരിവാർ കക്ഷികൾ അതിനെ ഇപ്പോൾ എതിർക്കുന്നതായിട്ട് മാറിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താണ്, സ്റ്റാലിൻ വരുന്നില്ല എന്നാണല്ലോ നമ്മളിപ്പോൾ കേൾക്കുന്നത്. വരുന്നു എന്ന് പറഞ്ഞ സമയത്താണ് അതിശക്തമായിട്ട് ഹിന്ദു സംഘടനകൾ അതിനെ എതിർക്കുന്ന ഒരു വാർത്ത പത്രത്തിനകത്ത് വരും. സ്റ്റാലിൻ ഇപ്പോൾ വരുന്നില്ല, അത്തരം പ്രശ്നങ്ങളിൽ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, സർക്കാർ അവിടെ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശബരിമലയെ വികസിപ്പിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അതിനെ വലിയൊരു എന്താണ് നമ്മൾ പറയുന്നത് പിൽഗ്രീം ടൂറിസം, അതിൻ്റെ പാർട്ടായിട്ട് മാറ്റുക എന്നുള്ളതാണ്. തിരുപ്പതി പോലെ ആക്കുക. കാരണം തിരുപ്പതിയാണ് ഇന്ത്യയിൽ അതിനുള്ള ഏറ്റവും നല്ല മാതൃക. അതുപോലെ ആക്കിയാൽ ഭക്തർക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ടാകും. ഇത് നിർവഹിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ സർക്കാരിന് ചില എഡ്ജ് ആ കാര്യത്തിൽ കിട്ടിയേക്കാം. കാരണം ഭക്തജനങ്ങളിപ്പോൾ അതിശക്തമായിട്ട് പ്രതിഷേധിക്കുന്നതും അവരുടെ പരാതിയും എന്ന് പറയുന്നത് ശബരിമലയിൽ ലക്ഷക്കണക്കിന് ഭക്തരെത്തിച്ചേരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല എന്നതാണ്. ആ സൗകര്യങ്ങൾ ആധുനിക തലത്തിലേക്ക്, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് വികസനത്തിനോട് വലിയ തരത്തിൽ പ്രേമമുള്ളൊരു സമൂഹം. ഹൈടെക് സംവിധാനം ശബരിമലയിലെത്തിയാൽ ആദ്യം ചിലപ്പോൾ ചില എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിലും കുറേ കഴിയുന്ന സമയത്ത് ആഹാ എന്ത് മനോഹരം സുന്ദരം എന്ന് പറയാനായിട്ടായിരിക്കും നമ്മുടെ ഈ പുതിയ കാലത്തെ ഭക്തന്മാരും പുതിയ കാലത്തെ ആളുകളും തയ്യാറാവുക. പഴയ കാലത്ത് നമുക്കറിയാം, ഈ കല്ലും മുള്ളും ചവിട്ടി പോകുമ്പോൾ കല്ലും മുള്ളും കാലയ്ക്ക് മെത്ത എന്ന് പറഞ്ഞിട്ടാണ് കയറിയിരുന്നത്. ആ ത്യാഗോജ്വലമായിട്ടുള്ള മനസ്ഥിതി ഇന്നത്തെ ഭക്തർക്കില്ല. ഇന്നത്തെ ഭക്തർക്ക് പതുക്കെ എന്ന് പറഞ്ഞ് പറന്നവിടെ ചെന്നാൽ അതാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ആക്കി കഴിയുമ്പോൾ ആദ്യം ചില എതിർപ്പുകളുണ്ടെങ്കിലും കുറേ കഴിയുന്ന സമയത്ത് അതിൻ്റെ കൂടെ ആയിരിക്കും ഭക്തർ. കാരണം സൗകര്യങ്ങളാണ് ഇന്നത്തെ മനുഷ്യ ആവശ്യം. സൗകര്യത്തിൻ്റെ ഭാഗമായിട്ട് ഭക്തിയോ അതേപോലെ വിശ്വാസമോ ആചാരമോ ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാറ്റാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ സർക്കാരിനതുകൊണ്ട് അത്തരത്തിൽ ഗുണമുണ്ടാകും. രാഷ്ട്രീയമായിട്ട്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകാര്യമായ ഒരു വഴിയായിട്ട് ആരും കണക്കാക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് CPM ഈ പറയുന്ന മാഷ് പറഞ്ഞ പോലെ ഒരു മൃദു ഹിന്ദുത്വ ലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മുൻകാലങ്ങളിൽ ഈ പറയുന്ന ഹിന്ദുത്വ ബിംബങ്ങളെ എടുത്തുയർത്താനായിട്ട് CPM ഒക്കെ മടിച്ചിരുന്നു. ഒരു അമ്പലം കത്തിയാൽ അത്രയും അന്ധവിശ്വാസം കുറഞ്ഞു എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകളുടെ നാടാണ് നമ്മുടേത്. അതുപോലെ തന്നെ വിവേകാനന്ദൻ്റെ ചിത്രം വെക്കുന്നത് ഒന്നും മുമ്പില്ലായിരുന്നു. പിന്നെ പിന്നെ വിവേകാനന്ദനെ സ്വീകരിച്ചു തുടങ്ങി. ഇപ്പോൾ ഇതാ ശിവജിയുടെ ചിത്രങ്ങൾ പോലും DYFIയുടെയും CPMൻ്റെയൊക്കെ പോസ്റ്ററുകളിലും ഫ്ലക്സുകളിലുമൊക്കെ വരാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇവർ വൈകാതെ കാവിക്കൊടി പിടിക്കുമോ? അല്ലേ, അമ്പലം കത്തിയാൽ അത്രമാത്രം അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞ് C കേശവനാണ് പറഞ്ഞത്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിൽ വെച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രഖ്യാപനമായിട്ട് തന്നെ കണക്കാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ CPM അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും ഇതിൻ്റെ ഈ ഭക്തിയുടെ പിന്നാലെ പോയിരുന്നതായിരുന്നില്ല പഴയ കാലം എന്നുള്ളത് ശരിയാണ്. പക്ഷേ പഴയ കാലത്തെ പാർട്ടിയല്ല ഇപ്പോഴത്തെ പാർട്ടി. പഴയ കാലത്തെ പാർട്ടിയുടെ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയും അതിനിപ്പോൾ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അതൊരു പാർട്ടിയാണ്, കേരളത്തിലെ ഒരു പാർട്ടി. അതിനപ്പുറത്ത് അതിലെ വിശേഷണങ്ങൾ നമ്മൾ തുന്നിച്ചേർക്കുന്നത് അബദ്ധമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഏത് പാർട്ടിയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തെങ്ങനെ അധികാരം നിലനിർത്താനായിട്ട് കഴിയും എന്ന് തന്നെയാണ് കണക്ക്. സംഘപരിവാറിനൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ സംഘപരിവാറിൻ്റെ കാര്യങ്ങൾ അവരുടെ ഈടുവെപ്പ് എന്ന് പറഞ്ഞാൽ ഇവരെടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവരുടെ പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഈ പഴയ പ്രത്യയശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ഒന്നും പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വേറെ ഒരു പാർട്ടി, ആ പാർട്ടി പുതിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, കാര്യങ്ങളെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്നു. അവർക്ക് പ്രധാനപ്പെട്ട ഒറ്റ ലക്ഷ്യമുള്ളൂ തിരഞ്ഞെടുപ്പും ആ തിരഞ്ഞെടുപ്പിലൂടെ അധികാരം ലഭിക്കലും മാത്രമാണ്. അതിന് ഇതിനെ എങ്ങനെ ഉപയോഗിക്കാനായിട്ട് കഴിയും എന്നാണ് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, പലപ്പോഴും സമ്മേളനങ്ങളിലൊക്കെ എല്ലാവരുടെയും ചിത്രങ്ങൾ വിവേകാനന്ദനൊക്കെ എത്രയോ നേരത്തെ തന്നെ, കാരണം ചില സമയത്തൊക്കെ വിവേകാനന്ദൻ്റെ പല സൂക്തങ്ങളും അതേപോലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ മാർക്സിസ്റ്റുകളെ തന്നെ ആവേശം കൊള്ളിക്കുന്ന തരത്തിലുള്ളതായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് വിവേകാനന്ദനെ കുറേ കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, CPMൻ്റെ സമ്മേളന ഹാളുകളിലോ അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളിലൊക്കെ പ്രതിഷ്ഠിക്കാനായിട്ട് കഴിയും. അങ്ങനെ അല്ലാത്ത ആളുകളെ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും, കൊണ്ടുവന്നിരിക്കും. കാരണം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്ത് ഉള്ള ഇപ്പോൾ 1917 റഷ്യൻ വിപ്ലവം നടക്കുന്ന സമയത്ത് അത് വലിയ ആവേശമായിട്ടാണ് കേരളത്തിലേക്ക് കടന്നത്. അതിലെ ഒരു അടിസ്ഥാന ചിന്ത എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ സമത്വമാണ്. അടിത്തട്ടിൽ കിടക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് സമത്വപൂർണ്ണമായിട്ടുള്ള ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം, ആ സ്വപ്നം വിറ്റഴിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഭവവികാസമായിരുന്നു. പക്ഷെ അതെല്ലാം മാറി. അത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ പോലും ഇല്ല ഇന്നത്തെ സമൂഹത്തിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേക്ക് അംഗമായി നിൽക്കുന്ന ആളുകളുടെ ഒരു നല്ല ബോധമുള്ള സെൻസുള്ള മനുഷ്യരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സമാധാനപൂർണ്ണമായി നീതിപൂർവമായി ഏതാണ്ട് സമത്വത്തിന് അടുക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം നടക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ. അതിനപ്പുറത്ത് പേരും അവർ സ്വപ്നം കാണുന്നില്ല. ആ സ്വപ്നം പോലും ഇന്ന് ഏറ്റെടുക്കാൻ ആളില്ല എന്നുള്ളതാണ്. പുതിയ തലമുറയെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. പുതിയ തലമുറയ്ക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു ശ്രദ്ധയുമില്ല, അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നുമില്ല. ഭക്തിയുടെ കാര്യത്തിലും അങ്ങനെയാണ്, എല്ലാത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. പുതിയ തലമുറ മാറുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വളരെ സാങ്കേതികമായിട്ടുള്ള ഒരു ലോകം, ആ ലോകം നിർമ്മിക്കുന്ന മൂല്യവ്യവസ്ഥ അത് വ്യത്യസ്തമാണ്. പഴയ മൂല്യവ്യവസ്ഥയുമായിട്ട് ഇന്ന് നമ്മൾ മറിയുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയുന്ന തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വികസനത്തിലേക്കാണ് ഇത് വാതിൽ തുറക്കുന്നതെങ്കിൽ ഇത് ഗുണകരമായിരിക്കും. പകരം അത് ആചാരാനുഷ്ഠാന ബന്ധങ്ങളുമായിട്ടുള്ള തർക്കങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സർക്കാരിന് ദോഷം വരുത്താനുള്ള സാധ്യതയും കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.